കൊച്ചിയിൽ നടക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസിന്റെ പരിപാടിയിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ ആരെയും ക്ഷണിച്ചിട്ടില്ലെന്നും തരൂർ കൊച്ചിയിൽ ഉണ്ടായിരുന്നുവെന്ന് താൻ അറിഞ്ഞിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഇതിപ്പോൾ അദ്ദേഹം ഇല്ല, ഞങ്ങൾ ഈ പരിപാടിക്ക് അത്തരത്തിലുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരും തന്നെ വരുന്നില്ല. ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹം ലോകം മുഴുവൻ യാത്ര ഇല്ലില്ല, ക്ഷണിച്ചിട്ടില്ല. ഈ പരിപാടി ആ നിലയിൽ ആരെയും ക്ഷണിച്ചിട്ടില്ല. വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആരെയും ക്ഷണിച്ചിട്ടില്ല. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, നേതൃത്വവുമായി വലിയ പ്രശ്നങ്ങളുണ്ട് തരൂരിന്. ഈ സാഹചര്യത്തിൽ ബോധപൂർവം മാറ്റി നിർത്തിയതാണോ എന്നുള്ള സംശയം ഉയരുക സ്വാഭാവികവുമാണ്. അതിൽ കെപിസിസി അധ്യക്ഷന്റെ വിശദീകരണം എങ്ങനെയാണ്? അസിത, ഈ സംഭവം, അതായത് ശശി തരൂരിനെ മനഃപൂർവ്വം പാർട്ടി മാറ്റി നിർത്തുകയാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്ന സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ ശശി തരൂരിനെ പരിപാടികൾക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന കെപിസിസി അധ്യക്ഷൻ തന്നെ സമ്മതിക്കേണ്ടി വന്നത്. ഇന്ന് 2 പരിപാടികളാണ് ഔദ്യോഗികമായി പാർട്ടി പരിപാടികളായി കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരസംഗമം സംഘടിപ്പിച്ചിരുന്നു. അത് DCCയുടെ നേതൃത്വത്തിലാണ്. പക്ഷേ അതിൽ സംസ്ഥാനതല നേതാക്കൾ, KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു യോഗത്തിലേക്ക് ശശി തരൂർ കൊച്ചിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ യോഗം, ആ പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റ് എന്ന് പേരിട്ട പരിപാടി, ഈ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ശശി തരൂരിന് ഈ പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായില്ല. സംഭവം വിവാദമായതോടുകൂടി ഒടുവിൽ ശശി തരൂർ ഇവിടെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ അറിഞ്ഞില്ല എന്നും തരൂരിനെ ക്ഷണിച്ചിട്ടില്ല എന്നുമൊക്കെ ഒടുവിൽ KPCC പ്രസിഡന്റിന് സമ്മതിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഇതിനു പിന്നിലുള്ള വിഷയം വളരെ തന്ത്രപൂർവ്വം ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെ മാറ്റി നിർത്തുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം ഈ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും പ്രസ്താവനകൾ ഇറക്കുകയും അതോടൊപ്പം തന്റെ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന ശശി തരൂരിനെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് KPCC നേതൃത്വം. കാരണം കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗമായതിനാൽ അദ്ദേഹത്തെ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് കേരളത്തിലെ നേതാക്കൾ പറയുന്നത്. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടും അദ്ദേഹത്തെ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നത് അത് അവസാനിപ്പിക്കാൻ ഒന്നും കഴിയാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ശശി തരൂരിനെ തന്ത്രപൂർവ്വം ഒഴിവാക്കുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.